ഏവരെയും പുതിയ വാർത്തകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പലസ്തീൻ 2 എന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുള്ള ഹൂത്തികളുടെ അതിരൂക്ഷമായ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ നെഗേവ് സൈനിക വിമാനത്താവളത്തിന് കാര്യമായ തകരാർ സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഗാസ മുനമ്പിൽ പലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രായേൽ കൂട്ടക്കലയ്ക്കുള്ള മറുപടി വിജയകരമായി ലക്ഷ്യത്തിലെത്തിച്ചിരിക്കുന്നു എന്നാണ് ഈ ആക്രമണത്തിന് ശേഷം ഹൂത്തികളുടെ പ്രഖ്യാപനം ഉണ്ടായത്. ഇസ്രായേലിലെ ബെർഷേബ എന്ന പ്രദേശത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നെഗേവ് എയർബേസ് ഇസ്രായേലിലെ ഒരു പ്രധാന സൈനിക വ്യോമത്താവളമാണ്. ഈ എയർബേസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇസ്രായേലിലെ ഏറ്റവും ആധുനികമായ F-35 അഡിൻ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളൊക്കെ ഈ സ്ഥലത്താണ് അവർ സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യന്താധുനിക റഡാർ സിസ്റ്റങ്ങളും പ്രതിരോധ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ എയർബേസിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. 2023-24 കാലഘട്ടത്തിൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി പ്രധാന വ്യോമത്താവളമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ നെഗേവ് എയർബേസ് ആണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള ഈ എയർബേസിലിട്ടാണ് ഹൂത്തികൾ ഇന്നലെ അടിച്ചിട്ടുള്ളത്. ഇസ്രായേലിൽ കർശനമായ മാധ്യമ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് കൃത്യമായ നഷ്ടങ്ങളുടെ കണക്കുകളൊന്നും നമുക്കൊരിക്കലും കിട്ടില്ല എന്നുള്ളതാണ് രസം. എങ്കിലും ചില വിമാനങ്ങൾക്ക് കാര്യമായ തകരാർ സംഭവിച്ചതായിട്ട് പ്രാദേശിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് വിശ്വസിക്കാൻ നമുക്ക് തരവുള്ളൂ. അതല്ലാതെ അതിലുപരി അവരുടെ വിമാനങ്ങൾ പലതും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് അറിയാൻ യാതൊരു മാർഗവുമില്ല. പ്രത്യേകിച്ച് സൈനിക കാര്യങ്ങളായതുകൊണ്ട് ഒരു കാരണവശാലും ഒരു രാജ്യവും പുറത്തുവിടില്ല. എന്നാൽ ഈ എയർബേസിലിട്ട് അടി കിട്ടി എന്നുള്ള കാര്യം ഇസ്രായേൽ സൈന്യം ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സൈനിക കേന്ദ്രത്തെ ആക്രമിക്കുന്നതിനോടൊപ്പം വന്ന ചില ബാലിസ്റ്റിക് മിസൈലുകളെ ഇസ്രായേൽ അതിർത്തിയിലെത്തുന്നതിന് മുൻപ് തന്നെ വിജയകരമായിട്ട് തകർത്തിട്ടുണ്ടെന്ന് ഈ IDF അവകാശപ്പെടുന്നുണ്ട്. അതുതന്നെയല്ല, ഈ സൗദി അറേബ്യയ്ക്ക് മുകളിലൂടെ പറന്ന ദീർഘദൂര ആരോ മിസൈലുകൾ, അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവർ ഇവിടുന്ന് വേറെ മിസൈലുകൾ അടിച്ച് തകർക്കുന്ന ഒരു സംവിധാനം അതുപയോഗിച്ച് വെടിവെച്ചിട്ടതായും ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കുറേയൊക്കെ അവർ ആകാശത്ത് തന്നെ അടിച്ച് കളയും, ചിലതൊക്കെ വന്ന് വീഴുന്നുണ്ട്. എന്നാലിപ്പം ഹൂത്തികളുടെ ഉള്ളത് വളരെ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ ആയതുകൊണ്ട് അത് മിക്കവാറും ഒക്കെ തന്നെ ഇസ്രായേലിൻ്റെ പ്രദേശത്ത് വീഴുന്നുണ്ട്. അതുതന്നെയല്ല, പഴയ പോലെ ഇസ്രായേലിൻ്റെ അയൺ ഡോം കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുമില്ല. ഇപ്പം എല്ലാം അടിച്ചു തീർത്തല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ മിസൈലുകൾ വീഴാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണല്ലോ ഈ എയർബേസിലും ഈ ബാലിസ്റ്റിക് മിസൈൽ വന്ന് വീഴാൻ കാരണമായത്. അതിരൂക്ഷമായി മിസൈലുകളുടെ വരവ് കണ്ട് ബെർഷേബ, ഈ ഡിമോണ എന്ന ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ഇവയെല്ലാം ഇസ്രായേലിൻ്റെ തെക്കൻ ഭാഗങ്ങളിലുള്ള പട്ടണങ്ങളാണ്. ഈ പട്ടണങ്ങളിലെല്ലാം സൈറനുകൾ മുഴങ്ങുകയും ആയിരക്കണക്കിന് ആളുകൾ അഭയം തേടി ബങ്കറിലേക്ക് ഒളിച്ചതായും ഈ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മിസൈലുകളെ തടഞ്ഞുവെന്ന് ഈ IDF പറയുമ്പോഴും ഈ ബെർഷബ എന്ന പ്രദേശത്താണ് ഈ ഇസ്രായേലി വ്യോമത്താവളം ഉള്ളത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആ വ്യോമത്താവളത്തിൽ പോലും മിസൈൽ വന്ന് വീണപ്പോൾ മറ്റ് പ്രദേശങ്ങളിൽ വീണിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഗാസ മുനമ്പിലെ ഇസ്രായേൽ വ്യോമാക്രമണം നിർത്തിയില്ലെങ്കിൽ വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും സൈനിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് നേരെ ഭയാനകമായ ആക്രമണം ഉണ്ടാകുമെന്ന് ഹൂത്തികൾ ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഇസ്രായേലിൻ്റെ സൈനിക നാവിക കേന്ദ്രങ്ങളെയും അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും ആക്രമിക്കുന്നതിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്നാണ് ഹൂത്തികളുടെ വക്താവ് പറയുന്നത്. അവന്മാർക്ക് പേടിയൊന്നുമില്ല, അവന്മാരിങ്ങനെ തുടർച്ചയായിട്ട് അടിച്ചുകൊണ്ടിരിക്കും. ഇവരിങ്ങനെ പറയുന്നതുകൊണ്ട് വരും ദിവസങ്ങളിൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇസ്രായേലി സൈന്യം ഇപ്പോൾ ഈ സൈറണുകൾ സജ്ജമാക്കുകയും മിസൈലുകൾ വരുമ്പോൾ ബങ്കറുകളിൽ ഒളിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം ചെയ്യുന്ന അനൗൺസ്മെൻറ്റുകൾ മുഴക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ വീണ്ടും പഴയൊരവസ്ഥയിലേക്ക്, ബങ്കറിലേക്ക് പോവുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തന്നെയുമല്ല, കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ചെങ്കടലിൽ കിടക്കുന്ന അമേരിക്കയുടെ ഹാരി എസ് ട്രൂമാൻ എന്ന ഒരു വലിയൊരു പടക്കപ്പലിന് നേരെ ഹൂത്തികൾ ആക്രമണം അഴിച്ചുവിടുകയാണ് എന്നുള്ളത്. ഇപ്പം ഈ കപ്പലിന് ചില തകരാറുകൾ സംഭവിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഹൂത്തികൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചും അതുകൂടാതെ ഡ്രോണുകൾ ഉപയോഗിച്ചും ഒക്കെ ഏതാണ്ട് 270 തവണ ഈ കപ്പലിനെ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് ഹൂത്തികൾ തന്നെ അവകാശപ്പെടുന്നത്. അതിലേതാണ്ട് ചിലതൊക്കെ കപ്പലിന് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കപ്പൽ ചെങ്കടലിൽ നിന്നും അവർ സൈപ്രസിൻ്റെ ഭാഗത്തോട്ട് മാറ്റിയിട്ടുണ്ട് എന്നാണ് രഹസ്യ റിപ്പോർട്ട് വരുന്നത്.
അമേരിക്കയ്ക്ക് ആ കപ്പൽ ചെങ്കടലിൽ ഇട്ടുകൊണ്ട് യമനെ ആക്രമിക്കാൻ കഴിയില്ല എന്നുള്ള ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ അകലിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ഈ കപ്പലിനെങ്ങാനും അടിക്കുമ്പോൾ തീർത്ത് കഴിഞ്ഞാൽ അമേരിക്കയുടെ പരിപാടി തീരും. അതുപോലെ ഒരു ജില്ല മുങ്ങുന്ന പോലെ ആയിരിക്കും ഈ കപ്പൽ. അത്രയധികം വലിപ്പമാണ് കപ്പലിലുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കപ്പലിനെ കുറിച്ച് വിശദമായ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എത്ര വലിയ പ്രതിരോധ സംവിധാനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അമേരിക്കയായാലും ഇസ്രായേലായാലും ഒരു പരിധി കഴിഞ്ഞാൽ ആക്രമണങ്ങളുടെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് തടയാൻ കഴിയില്ല. ഇസ്രായേലിനും അമേരിക്കയ്ക്കൊക്കെ പറ്റുന്നത് അത് തന്നെയാണ്. എന്നാൽ അമിതമായ ആത്മവിശ്വാസത്തോടെ ചെങ്കടലിൽ കൊണ്ട് ഒരു കപ്പലും കൊണ്ടിട്ടിട്ട് ഒരു രാജ്യത്തെ ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് അത് വലിയൊരു വിഡിത്തം തന്നെയാണ്. ശത്രുവിൻ്റെ മാളത്തിൽ പോയിട്ട് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക അത് ആത്മഹത്യാപരമാണ്. അതിപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ജാട കാണിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിനെതിരെ അവർക്ക് നഷ്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു രാജ്യം തകർന്നു പോകുന്നത് തന്നെ. മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി അമേരിക്ക തളർന്നിട്ടില്ല, അമേരിക്ക എപ്പോഴും വലിയ രാഷ്ട്രമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഇറാനെ ആക്രമിക്കും, അല്ലെങ്കിൽ ഹൂത്തികളെ ആക്രമിക്കും, ഹിസ്ബുള്ളയെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായി വാചുപടിച്ചാൽ ഇവിടെ വന്ന് കിടന്ന് നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ഗുണമിരിക്കുന്നു? ഈ പ്രദേശങ്ങളൊന്നും ഒരിക്കലും അമേരിക്ക ഇസ്രായേലോ വിചാരിച്ചാൽ കീഴടക്കാൻ കഴിയില്ല. അത്രയധികം ഈ പ്രതിരോധശേഷി ഉള്ളവരാണ് ഈ അറബികളെന്ന് പറയുന്നത്. അവന്മാർക്കൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അവർ അതിശക്തമായി തന്നെ അതിന് പോരാടും. ഒരിക്കലും സമാധാനത്തോടെ അമേരിക്കയ്ക്കോ ഇസ്രായേലിലെ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഗസയിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പം തന്നെ 500-ലധികം ആൾക്കാരെ, അതായത് കുട്ടികളെയും സ്ത്രീകളെയും തന്നെ അതിൽ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഒരു കാര്യമില്ല, ചുമ്മാ പോയി അടിക്കുകയാണ്. എന്തിനാണ് അടിക്കുന്നതെന്ന് അയക്ക് പോലും അറിയില്ല. കാരണം അയാൾ ധരിച്ചിരിക്കുന്നത് ഈ കുറേ ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ ഇയാൾ വലിയ കേമനാകും, ഇയാൾ വിജയിച്ചു എന്ന് എല്ലാവരും പറയും എന്നാണ് ഈ നെതന്യാഹു ധരിച്ചു വെച്ചിരിക്കുന്നത്. സത്യത്തിൽ അയാൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ആയുധമുള്ളവരെയൊന്നും ഇയാൾക്ക് കൊല്ലാൻ കഴിയുന്നില്ല. അതായത് ഹമാസുകാരെ കൊല്ലാൻ കഴിയുന്നില്ല. അവർ വളരുകയും ചെയ്യാണ്. കുറേ പാവം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയൊക്കെ കൊന്നിട്ട് എന്ത് കാര്യം? അവർ പട്ടിണി കിടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ് ആ വിഷയം. അപ്പോൾ സ്വന്തം സർക്കാർ തന്നെ ഇങ്ങനെ ഈ ഗസയിലുള്ള പാവങ്ങളെ കൊന്നൊടുക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഈ നെതന്യാഹുവിൻ്റെ ഈ തീരുമാനത്തിനെതിരെ ചൊവ്വാഴ്ച രാത്രി ജെറുസലേമിൽ വൻ പ്രതിഷേധമാണ് നടന്നത്. ഈ പ്രതിഷേധക്കാരെല്ലാം ഇസ്രായേൽ പോലീസ് തല്ലി ഓടിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. ഗാസയിലെ നെതന്യാഹുവിൻ്റെ പുതിയ ആക്രമണത്തെ ശക്തിയും വാളും എന്നൊരു പേരാണ് ഇപ്പോൾ ഈ IDF നൽകിയിരിക്കുന്നത്. ഈ ശക്തിയും വാളും എന്നുള്ള പേരൊക്കെ ഇട്ടുകൊണ്ട് ഗസയിലെ ജനങ്ങളെ ആക്രമിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സുരക്ഷാ സേനയുമായി വൺ ഏറ്റുമുട്ടൽ നടക്കുന്ന ഈ പ്രതിഷേധക്കാർ രാജ്യവ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അതായത് വരും ദിവസങ്ങളിൽ രാജ്യത്ത് അതിഭയങ്കരമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഈ പ്രതിഷേധക്കാർ ചോദിക്കുന്നത് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയാത്ത നിരായുധരായ സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുന്നതിലൂടെ പ്രകടിപ്പിക്കുന്നതിന് പകരം നെതന്യാഹുവിന് ഇറാനെയോ ഹൂത്തികളെ ആക്രമിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഗസയെ ആക്രമിക്കുന്നത് ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ ജീവൻ കൂടി അപകടത്തിലാക്കുമെന്ന് ഈ പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ബന്ദികളുടെ ബന്ധുക്കളും അതുപോലെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും കൂടി ആൾക്കാർ ഇതാണ്. അപ്പോൾ രാജ്യം മുഴുവനായി മാറിയിട്ടുണ്ട്. ഇപ്പം ഇവരുടെ അഭിമാനത്തിൻ്റെ കൂടെ പ്രശ്നമായി. അതുപോലെ ഒരു ഗവൺമെൻറ് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കാത്തതിൻ്റെ പ്രതിഷേധം എല്ലാം കൂടിയാണ് ഇപ്പോൾ രാജ്യത്ത് ഇപ്പോൾ അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിഷേധക്കാരും അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇയാൾക്കെതിരായി, നെതന്യാഹുവിനെതിരെ. അതേസമയം നെതന്യാഹുവിൻ്റെ വക്താവ്, അതായത് പ്രതിരോധ മന്ത്രി കാറ്റ്സ്, അയാൾ പറയുന്നത് ഹമാസ് ബന്ദികളെ വിട്ടയക്കാതെ കരാർ ലംഘനം നടത്തിയതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഗസയെ ആക്രമിക്കുന്നതെന്നാണ്. തന്നെയുമല്ല, കുറച്ച് ആഴ്ചകളായി ഇസ്രായേൽ പ്രദേശത്തേക്ക് മറ്റൊരു അധിനിവേശത്തിന് ഈ ഹമാസ് ഒരുങ്ങുന്നുവെന്ന് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിൻ്റെ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ചർച്ച ചെയ്യാനായിട്ട് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അടിയന്തര മന്ത്രിസഭ യോഗം ചേർന്നതായിട്ടുമൊക്കെ ഈ കാറ്റ്സ് ഈ പത്രക്കാരോട് പറയുന്നുണ്ട്. ഇത് ഇയാൾ പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ ഗാസ അതിർത്തി മേഖലയിൽ നിന്നുള്ള ഈ അനധികൃത കുടിയേറ്റക്കാർ താമസിക്കുന്ന പ്രദേശമാണ് ഈ ഗാസ അതിർത്തി എന്ന് പറയുന്നത്. അവിടെ ഈ കുടിയേറ്റക്കാരുടെ ഒരു ഫോറവുമായിട്ടുള്ള ഒരു യോഗത്തിൽ വെച്ചാണ് ഇയാൾ ഈ കാര്യം പറയുന്നത്. നമ്മളെ ആക്രമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പഴയതുപോലെ വീണ്ടും ഒക്ടോബർ 7 നടന്നതുപോലെ വീണ്ടും ഈ ഹമാസ് ഇസ്രായേലിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഇയാൾ പൊട്ടറാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ ജനങ്ങളെ അറിയിക്കാതെ അത് IDF തന്നെ അതിനെ സോൾവ് ചെയ്ത് രഹസ്യമാക്കി വെക്കുക എന്നുള്ളതല്ലാതെ നാണക്കേടല്ലേ രാജ്യത്തിന്.
വീണ്ടും രാജ്യത്തിലേക്ക് ഹമാസ് ഇടിച്ച് കയറുക എന്ന് പറയുന്നത് ഇതിപ്പരം നാണക്കേട് ഉണ്ടാവുന്നുണ്ടോ? ആ ഒരു ബോധം പോലും ഇവർക്കില്ല എന്നുള്ളതാണ് രസം. അതായത് ഇവർക്ക് ഈ യുദ്ധത്തെ, ആക്രമണത്തെ ന്യായീകരിക്കണം. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാം. രാജ്യം നാണം കെട്ടാലും കുഴപ്പമില്ല. 2023 ഒക്ടോബർ 7 തുല്യമായി ഹമാസ് വീണ്ടും ഇസ്രയേലിനെ ആക്രമിക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ നടത്തതുകൊണ്ട് നമ്മൾ അവരെ പ്രഹരിക്കണം. ആക്രമണത്തിലൂടെയും പ്രതിരോധത്തിലൂടെയും നമ്മൾ ജോലി പൂർണ്ണമാക്കണം. ഇങ്ങനെയാണ് ഈ കാർഡ്സ് പറയുന്നത്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ ഈ ഗസയെ ആക്രമിക്കുന്നത് എന്നാണ് അയാൾ ന്യായീകരിക്കുന്നത്. എന്നാൽ ഗസയെ ആക്രമിക്കാൻ സയന്റിസ്റ്റുകൾ കണ്ടെത്തുന്ന ന്യായീകരണങ്ങളാണ് ഇവയെന്നാണ് ഹമാസ് പറയുന്നത്. യഥാർത്ഥത്തിൽ കരാർ ലംഘിച്ചത് ഇസ്രായേൽ തന്നെയാണ്. കരാറിൽ നിന്നും പിന്നോട്ട് പോയി അത് നീട്ടണമെന്ന് ആവശ്യപ്പെടുന്നതും ഇസ്രായേൽ തന്നെയാണ്. അതിനർത്ഥം നെതന്യാഹു ഒരിക്കലും ഒരു യുദ്ധവിരാമം ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അയാൾക്ക് ബന്ദികളെ ആവശ്യമില്ല. ആയുധങ്ങൾ തീർന്നത് കൊണ്ടാണ് അയാൾ യുദ്ധം നിർത്തിവെച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അയാളെ സഹായിച്ചുകൊണ്ട് ട്രംപ് വീണ്ടും ആയുധങ്ങൾ നൽകിയപ്പോൾ അത് ചിലവഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതാണ് ഗസയെ ആക്രമിക്കുന്നത് എന്നാണ് ഹമാസ് പറയുന്നത്. ഈ ആക്രമണങ്ങൾ കൊണ്ടൊന്നും ഒരിക്കലും ഞങ്ങളെ തളർത്താൻ കഴിയില്ല എന്നാണ് ഹമാസ് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത്. ഞങ്ങൾ ഈ ആക്രമണങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഹമാസുമായി ഒരു വെടിനിർത്തൽ ഉണ്ടായപ്പോൾ തന്നെ അടുത്ത ദിവസങ്ങളിൽ അത് ലംഘിച്ചുകൊണ്ട് വീണ്ടും ഇസ്രായേൽ ഗസയെ ആക്രമിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പുതിയ ആക്രമണം അത്ര വലിയ കാര്യമൊന്നുമല്ല. കാരണം അവർ ഇങ്ങനെ ചെയ്യുള്ളൂ. അതുകൊണ്ടൊരു അത്ഭുതകരമായ ഒരു പ്രവൃത്തിയൊന്നുമല്ല ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹമാസ് പറയുന്നത് ഞങ്ങൾ IDF യുദ്ധത്തിന് തയ്യാറാണ്, ഞങ്ങൾ അവർ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ്. മറ്റൊരു കരാറിന് നെതന്യാഹു വീണ്ടും ഞങ്ങളെ സമീപിക്കും എന്നാണ് ഹമാസ് ആത്മവിശ്വാസം പുലർത്തുന്നത്. അതിലൂടെ അയാൾ നിരന്തരമായി സ്വന്തം രാജ്യത്തെ തോൽപ്പിക്കുകയും നാണം കെടുത്തുകയും ചെയ്യുകയാണ് എന്നാണ് ഹമാസ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ശരി തന്നെയല്ലേ? ഇയാൾ ഗസയിൽ കൊണ്ടുപോയി കുറേ ബോംബിടും, കുറേ കുട്ടികളെയും പെണ്ണുങ്ങളെല്ലാം കൊല്ലും. അതെല്ലാം കഴിഞ്ഞ് ഇയാളുടെ ആയുധങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ കാലേ പിടിക്കും, നമുക്കൊരു കോംപ്രമൈസ് ആകാം, നമുക്ക് യുദ്ധം നിർത്താം എന്നെല്ലാം പറഞ്ഞിട്ട് ഇയാൾ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി കുറച്ച് ബന്ദികളെ എടുക്കും. എന്നിട്ട് അയാൾ നേരെ അമേരിക്കയ്ക്ക് പോകും. ട്രംപിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റിൻ്റെ കാല് പിടിക്കും, കുറച്ച് ആയുധങ്ങൾ മേടിക്കും, ഇവിടെ കൊണ്ടുവരും, വീണ്ടും അത് ഇടുക. ഇതന്നെയാണ് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അന്തസ്സുണ്ടോ എവിടെയെങ്കിലും? ശാശ്വതമായ യുദ്ധം നിർത്തിയിട്ട് ബന്ദികളെ മുഴുവൻ തിരിച്ചെടുക്കുമ്പോഴാണ് ഒരു അന്തസ്സ് ഉണ്ടാകുക എന്ന് പറയുന്നത്. ഇതല്ല. ഇയാൾക്കൊരു തരം നമ്മൾ ഇതായിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന പോലെയാണ്. ഇയാളിങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് തോന്നുമ്പം ഓടിപ്പോയി കുറച്ച് ആയുധങ്ങൾ എടുത്തുകൊണ്ട് വരിക, കൊണ്ടിടുക, തീർന്ന് സമാനം, എന്നിട്ട് കാല് പിടിക്കുക. ഇയാൾ ഏത് ജന്മമെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി പെരുമാറുന്നത് ഇങ്ങനെയൊക്കെയാണോ? രാജ്യത്തോട് എന്തെങ്കിലും ഒരു കൂറ് അയാൾക്കുണ്ടോ? സ്വന്തം രാജ്യത്ത് അസ്വസ്ഥതയും അസ്ഥിരതയും ഈ പ്രധാനമന്ത്രി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അയാൾക്ക് എത്രയും കാലം അധികാരത്തിൽ തുടരാൻ കഴിയുമോ അത്രയും കാലം മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമാണ്. അതിനുവേണ്ടി യുദ്ധം എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രാന്തനായ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും. അയാൾക്ക് ഇതിനേക്കാൾ വെളിവില്ല. അയാളിപ്പോൾ അമേരിക്കയെ തേച്ച് കഴുകി കൈ കൊടുക്കുന്ന പ്രശ്നമാണ്. എല്ലാവരുമായിട്ട് പ്രശ്നമാണ്. ഇനി ഇവന്മാർ രണ്ടുപേരും എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോവില്ല എന്ന് ഹമാസും ഹൂത്തികളും തറപ്പിച്ച് പറയുന്നിടത്ത് ഇവരുടെ കുറേ ആയുധങ്ങളും സമ്പത്തും തീരുമെന്നല്ലാതെ യുദ്ധം ഒരിടത്തും എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.